നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതുകൃഷിക്ക് താൽപ്പര്യം. റബ്ബർ തൈകൾക്ക് വൻ ഡിമാൻഡ്. നഴ്സറികളിൽ മുൻകൂർ ബുക്കിംഗ്. റബ്ബറിൻ്റെ വിലക്കയറ്റം തൈകളിലും പ്രതിഫലിക്കാൻ തുടങ്ങി. കപ്പ് തൈക്ക് 110 രൂപയിൽ നിന്നും 120 രൂപ മുതൽ 125ലേക്കും, കൂടത്തൈക്ക് 100-ൽ നിന്നും 120 രൂപയിലേക്കും വില ഉയർന്നു. ഗുണനിലവാരമുള്ള തൈ കിട്ടാനും പ്രയാസം. റബ്ബർ വില കിലോഗ്രാമിന് 250 രൂപ കടന്നതാണ് പുതു ആവർത്തന കൃഷിക്ക് ആവേശമാകുന്നത്. കടും വെട്ടിന് പോലും കൊടുക്കാതെ കിടന്ന തോട്ടങ്ങളും പുതുകൃഷിക്ക് താൽപ്പര്യമില്ലാതെ വെറുതെ ഇട്ടിരുന്ന പറമ്പുകളും മടങ്ങി വരവിന് ഒരുങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നതായി വടക്കേൽ റബ്ബർ നഴ്സറി ഗ്രൂപ്പ് പറഞ്ഞു. 4 ലക്ഷം തൈകളാണ് ഇവർ ഇപ്പോൾ വിൽപ്പനയ്ക്ക് സജ്ജമാക്കിയത്. ഇത് മുഴുവൻ ആവശ്യക്കാർ മുൻകൂർ ബുക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. ആവശ്യകത മാനിച്ച് കുറേ തൈകൾ കൂടി സജ്ജമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇനി കുരു എത്തിച്ച് തയ്യാറാക്കുന്ന തൈകൾ ബഡ്ഡിങ് കഴിഞ്ഞ് കൂടയിലാകാൻ 1 വർഷമെങ്കിലും വേണ്ടിവരും. റബ്ബർ കുരുവിന് വലിയ ക്ഷാമമാണ് പോയ വർഷം നേരിട്ടത്. മാർത്താണ്ഡം കുരു കൂടാതെ അസമിൽ നിന്നും കുരു എത്തിച്ചാണ് തൈകൾ തയ്യാറാക്കിയത്. കിലോഗ്രാമിന് 300 രൂപ വരെയും വില വന്നിരുന്നു. സമ്മിശ്ര കൃഷി രീതി ഇപ്പോൾ കർഷകർ സ്വീകരിച്ചു വരുന്നതായി തുളുമ്പൻ മാർക്കൽ നഴ്സറി ഗ്രൂപ്പ് പറഞ്ഞു. റബ്ബറിനൊപ്പം കാപ്പി, കമുക് എന്നിവ കൂടി ഇടവിളയായി ചെയ്യുന്നത് കൂടി വരുന്നുണ്ട്. ഏകവിളയെ ആശ്രയിക്കുന്നതിൻ്റെ അപകടം ഇല്ലാതാക്കുകയും ചെയ്യും. ഇതും റബ്ബർ തൈ വിൽപ്പനയെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പുതിയ കൃഷി ചെയ്യുന്ന റബ്ബർ കർഷകർക്ക് റബ്ബർ ബോർഡിൻ്റെ സബ്സിഡിക്കൊപ്പം കൃഷി വകുപ്പിൻ്റെ കേര പദ്ധതി പ്രകാരമുള്ള സഹായം കിട്ടുന്നതും മെച്ചമാണ്. പുതുകൃഷിക്കും ആവർത്തന കൃഷിക്കും ഹെക്ടറിന് 40,000 രൂപയാണ് റബ്ബർ ബോർഡ് നൽകുന്നത്. കേര പദ്ധതി അനുസരിച്ച് 1 ഹെക്ടറിന് 75,000 രൂപയാണ് കർഷകന് കിട്ടുക. 5.5 ലക്ഷം ഹെക്ടറിലാണ് കേരളത്തിൽ റബ്ബർ കൃഷിയുള്ളത്. അപ്പോൾ റബ്ബറിന് വില കൂടുന്നതിനനുസരിച്ച് റബ്ബർ കൃഷി ചെയ്യാൻ വേണ്ടി ജനങ്ങൾ മുന്നോട്ട് വരികയാണ്. കുറച്ച് വസ്തു ഉള്ളവർ പോലും ഇപ്പോൾ റബ്ബർ കൃഷി ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. റബ്ബറിന് 300 രൂപ മറികടന്നു കഴിഞ്ഞാൽ റബ്ബർ തോട്ടങ്ങൾക്ക് വൻ ഡിമാൻഡാവും പഴയതുപോലെ. അപ്പോൾ റബ്ബർ കൃഷിയിലോട്ട് കൂടുതൽ ജനങ്ങൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും അത് നമ്മുടെ റബ്ബർ മേഖലയ്ക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.